ദൈവമേ അങ്ങേ ആരാധിക്കുന്നേ, ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, മശിഹായേ അങ്ങേ ആരാധിക്കുന്നു, ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, മശിഹായേ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആമേൻ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഉദയത്തിലും സന്ധ്യയിലും പിതാവിനും ആരാധന, ഉദയത്തിലും സന്ധ്യയിലും പിതാവിനും ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആമേൻ 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 ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആമേൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ ഉള്ളിറയുന്നേ ഹല്ലേലൂയ പാടും ഞാൻ, ദൈവമേ ഉള്ളം നിറയുന്നേ ഹല്ലേലൂയ പാടും ഞാൻ. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവർ ഭക്ഷിക്കും ചെറുകുരുവിളിൽ. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവർ ഭക്ഷിക്കും ചെറുകുരുവിളിൽ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു, രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഷ്ടങ്ങളുമെല്ലാം മാറ്റും അനുഗ്രഹമായി, കണ്ണുനീരും കഷ്ടങ്ങളുമെല്ലാം മാറ്റും അനുഗ്രഹമായി. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, ഓ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവർ ഭക്ഷിക്കും ചെറുകുരുവിളിലും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവർ ഭക്ഷിക്കും ചെറുകുരുവിളിലും. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും,
നിന്റെ ശക്തിയാൽ ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ കണ്ണുനീരും കടങ്ങളുമെല്ലാം മാറ്റും അനുഗ്രഹമായി കണ്ണുനീരും കടങ്ങളുമെല്ലാം മാറ്റും അനുഗ്രഹമായി ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ നന്മക്കെന്നും പരിചയം ആമേൻ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ നന്മക്കെന്നും പരിചയം നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടന്നവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടന്നവർക്ക് ആമേൻ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന ആമേൻ ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന ഓ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനേ അങ്ങേ ആരാധിക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനേ അങ്ങേ ആരാധിക്കുന്നു പരമപിതാവേ ആരാധിക്കുന്നു വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു പരമപിതാവേ ആരാധിക്കുന്നു വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു ആമേൻ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആമേൻ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ജീവബലിയേ അങ്ങേ ആരാധിക്കുന്നേ ജീവജലമേ അങ്ങേ ആരാധിക്കുന്നേ ആമേൻ ജീവബലിയേ അങ്ങേ ആരാധിക്കുന്നേ ജീവജലമേ അങ്ങേ ആരാധിക്കുന്നേ ജീവനാഥാവേ അങ്ങേ ആരാധിക്കുന്നേ മശിഹായേ അങ്ങേ ആരാധിക്കുന്നേ ആമേൻ ജീവനാഥാവേ അങ്ങേ ആരാധിക്കുന്നേ മശിഹായേ അങ്ങേ ആരാധിക്കുന്നേ പാടിയാട്ടെ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആമേൻ ആരാധന ആരാധന ഓ ആരാധന ആരാധന ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആമേൻ 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 ആരാധന ആരാധന ആമേൻ ആരാധന ആരാധന ആമേൻ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആമേൻ ആരാധന ആരാധന സ്തുതി ആരാധന ഓ പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ.
രാവിലെ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മെ കൊണ്ടുവന്നു. പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കേണ്ടതിനായി, പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കേണ്ടതിനായി ദൈവം നമ്മെ കൊണ്ടുവന്നു. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവം. ലോക മനുഷ്യൻ നമ്മെ മറക്കാൻ സാധ്യതയുണ്ട്, ഒറ്റോർന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. കൂടപ്പുറപ്പുകൾ നമ്മെ മറക്കും. എൻ്റെ പക്ഷേ സ്വന്തം അപ്പനും അമ്മയും നമ്മെ മറന്നു പോയേക്കാം. എങ്കിലും ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണ്. ഇതിൻ്റെ അമ്മയും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത, ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത, മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയാത്ത വിധം നമ്മെ സ്നേഹിച്ച സർവശക്തനായ ദൈവം നമ്മൾ ആരും നശിച്ചു പോകാൻ ചിന്തിച്ച് തൻ്റെ ഓമന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ സ്നേഹം പ്രദർശിപ്പാൻ തക്ക മടിയാത്തത്. ഇന്ന് രാവിലെ സമയം ദൈവം നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടവരല്ലേ? നമ്മൾ തിരിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരല്ലേ? ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ച് ബഹുമാനത്തോടെ ആദരവോടെ ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്നേഹിക്കേണ്ടതിനായി, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സമർപ്പണം ഒന്ന് പുതുക്കേണ്ടതിനായി, നമ്മുടെ തീരുമാനം ഒന്ന് പുതുക്കേണ്ടതിനായി കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതിനായി ഒന്ന് സമർപ്പിച്ചാൽ, കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ച സ്നേഹം ഓർത്ത് കർത്താവേ അങ്ങേ എത്രത്തോളം സ്നേഹിച്ച പോരാ, ഇനിയും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ, ഇനിയും ആഴമായി അങ്ങനെ സ്നേഹത്തിന് ആഴം അറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ കർത്താവേ ദൈവസ്നേഹം എന്നിൽ ധാരാളമായി പകരണമേ, ദൈവകൃപ എന്നിൽ ധാരാളമായി പകരണമേ. ലോകത്തെ മോഹത്തെ സ്നേഹിക്കാതെ, ലോകം അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനെ ജീവിക്കേണ്ടതിനായി കർത്താവ് അങ്ങയെ സ്നേഹിച്ച് അങ്ങയെ മാനിച്ച് അടുത്തറിഞ്ഞ് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ
യേശുവേ കരങ്ങളുയർത്തി യേശുവേ വീണ്ടും ശക്തിയോടെ യേശുവേ ആരാധ്യനേ യേശുവേ കരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ ശാന്തതയോടെ ആരാധ്യനേ യേശുവേ ആരാധ്യനേ ഒന്നുകൂടി യേശുവേ ആരാധ്യനാണ് കർത്താവേ. അങ്ങേ പോലെ ആരാധിപ്പാൻ മറ്റാരുമില്ല കർത്താവേ. യേശുവേ അങ്ങ് ആരാധ്യൻ, അങ്ങ് സ്തുതിക്ക് യോഗ്യൻ, അങ്ങ് സ്തുത്യൻ കർത്താവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ. രാവിലെ സമയം ഒന്ന് സമർപ്പിച്ചാലും ആരാധ്യനായ ദൈവത്തെ സ്തുതിപ്പാൻ, സ്തുത്യനായ ദൈവത്തെ സ്തുതിപ്പാൻ ഭൂമിയിൽ ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മെ ശേഷിപ്പിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവം ദൈവത്തിൽ നമ്മളായിരിക്കാം. എത്ര ഭാഗ്യകരമായ സമയമാണ് ദൈവം നൽകിയത്. ആരാധ്യനായ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് എത്ര ഭാഗ്യകരമായ അവസരമാണ് നൽകിയത്. അനേകർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത സന്ദർഭം സമയം ദൈവം നമ്മുടെ ജീവൻ നൽകി തന്നു. അവനെ ആരാധിപ്പാൻ, അവനെ സ്തുതിപ്പാൻ. അതെ, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ഈ പകൽ ദൈവകരങ്ങൾ സമർപ്പിച്ച് നിൽക്കുന്ന നിൽപ്പിൽ ഒരു സംഗീതന ഭാഗം നമുക്ക് വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. 62-ാം സംഗീതനം, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വാക്യപ്രതി വാക്യമായിട്ട് നമുക്ക് വായിക്കാം. 62-ാം സംഗീതം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാകുന്നു. സാമാന്യ ജനം വിശ്വാസവും ശ്രേഷ്ഠജനം ഫോഷ്കുമത്രേ. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ അകപ്പാട് ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. അവസാനത്തെ 2 വാക്യങ്ങൾ 12 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അല്ല ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദൈവം നിനക്കുള്ളതാകും, നീ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ സ്ഥാനം ഇരിക്കുന്നാലും നമുക്കൊരു നിമിഷം കണ്ണടച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. തുടർന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിപ്പാൻ, പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായി, ഈ ആരാധനയിൽ ദൈവസാന്നിധ്യം കൂടി ഇരുന്ന് സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. വിൻസൻ സാർ മുന്നോട്ട് കടന്നു വന്ന് ഇന്ന് പകൽ നടക്കുന്ന ആരാധനയെ ഓർത്തുകൊണ്ട് ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പരസ്യമായി പ്രാർത്ഥിക്കുന്ന നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കേണ്ടതിനായി, നമ്മെ ശക്തീകരിക്കേണ്ടതിനായി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ദൈവം അയക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് സ്തോത്രം ചെയ്താലും ആത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായി, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മളുമേ വെളിപ്പെട്ടു വരാം. പ്രത്യേകിച്ച്
ഈ ആരാധനയിൽ ഓൺലൈനിലായി ശ്രദ്ധിക്കുന്ന പങ്കെടുക്കുന്ന ഏവരുടെ മേലും ദൈവകൃപ. വിവിധ രാജ്യങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ സർവ്വശക്തനായ ദൈവം എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി അയപ്പാൻ ദൈവാത്മാവിൻ്റെ വലിയ കൃപ പകരേണ്ടതിനായി കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശബ്ദമുയർത്തി വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒന്നാം ദിവസം കർത്താവെ, ഞങ്ങൾക്ക് ദൈവമേ അങ്ങേ ആരാധിക്കുവാനും സത്യത്തിൽ ആത്മാവിലും കർത്താവിനെ ആരാധിക്കുവാൻ അങ്ങ് നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, സ്തോത്രം. ലോകത്തെമ്പാടുമുള്ള എല്ലാ ക്രിസ്തീയ കർത്താവ് സത്യത്തിലും ആത്മാവിലുള്ള ആരാധനകളെ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കും കർത്താവെ ഇന്ന് രാവിലെ കടന്നു വന്ന് പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ നീ ഞങ്ങളെ അങ്ങ് സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഓൺലൈനായി കർത്താവെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കും അവർക്കും എല്ലാ അനുഗ്രഹത്തിന് കാരണമാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്തും ഹോസ്പിറ്റലിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവെ പാടി സ്തുതിക്കുവാൻ അങ്ങ് നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ സങ്കീർത്തനം വായിക്കുവാനും കർത്താവെ ധ്യാനിക്കുവാനും കർത്താവെ എന്ന് ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം സംസാരിക്കുവാൻ ദൈവദാസന് കർത്താവെ അങ്ങ് പ്രത്യേകമായ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ വണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക മന്ന പ്രദാനം ചെയ്യുവാൻ നീ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവെ, ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങളുടെ പ്രിയ പൈതങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഓൺലൈനായി ഇതിൽ പങ്കെടുക്കുമ്പോൾ കർത്താവെ അനുഗ്രഹം പ്രാപിപ്പാൻ നീ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവെ ഈ രോഗശമനം മാറി കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സഭയിലുള്ളവർക്കും എല്ലാവർക്കും ഒരുമിച്ച് ആരാധിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാൻ പോകുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ശേഷിയുള്ള എല്ലാ ആരാധനയുടെ ഭാഗങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൃപയും ഉണ്ടായിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയേക്കണം, സ്വർഗീയ നല്ല പിതാവേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം വിഴവർ അസംസ്കൃത കോഡ് സഭയുടെ ആവിക്ക് നടക്കുന്ന ഈ സഭാരാധന, അതോടൊപ്പം തന്നെ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. സർവശക്തനായ ദൈവം നമ്മെ നടത്തി, നമ്മെ പരിപാലിച്ചു. ദൈവത്തിൻ്റെ കരുണകളും കൃപകളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മെ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജമ്മു കാശ്മീരിൽ മിഷണറിയായി പ്രവർത്തിക്കുന്ന കർദാസൻ ബിനു, അവർ ദീപ, 2 കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരിയും കുഞ്ഞുങ്ങളും ഇന്ന് പകൽ ആരാധനയിൽ പങ്കെടുക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുണ്ടവർ ഒക്കെ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുകയും മാറട്ടെ. കഴിഞ്ഞ നാളുകളിൽ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും കൂട്ടായ്മയൊക്കെ ദേശത്ത് കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം അവരെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കാണുന്നതിലും ഒരുമിച്ച് കൂട്ടാൻ ആചരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയ സൺഡേ സ്കൂൾ ഡെന്നി ബി ജസ്റ്റിൻ കഴിഞ്ഞ എൻട്രൻസ് എക്സാമിൽ 590ാമത് റാങ്ക് വാങ്ങി വിജയിപ്പാൻ തക്ക ഇടയാത്തീർന്നു. പൈതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ഓർത്ത് നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രോതം, മറ്റൊരു പ്രാർത്ഥനാ വിഷയം നിങ്ങളെ പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. പ്രിയ സഹോദരി പ്രിയയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രിയ ജോയി കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയ സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് കാൽമുട്ടിൻ്റെ ഭാഗത്ത് പൊട്ടലുണ്ടായി SP ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ആ പ്രിയ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മറ്റു പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, അത് പിന്നാലെ നിങ്ങളെ അറിയിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അനുഗ്രഹമായൊരു സംഗീതന ഭാഗം വായിച്ച് കേൾക്കുവാൻ തക്ക ഇടയാത്തുന്നു. സംഗീതന ഭാഗത്തുനിന്ന് അധികം ഞാൻ നിൽക്കുകയില്ല. ഒന്ന് പെട്ടെന്ന് ഒന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ദൈവവചന
പോകുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. 62-ാമത്തെ സങ്കീർത്തനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനമാണ്. അതിൻ്റെ എഴുത്തുകാരൻ ദാവീദാണ്. ദാവീദിൻ്റെ മകനായ അബ്ശാലോം തന്നുമായി മത്സരിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ യെരൂശലേമിൽ നിന്ന് ഓടിപ്പോയ സമയത്ത് രചിച്ച ഒരു സങ്കീർത്തനമെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, 1-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് തന്നെ 1-ാം വാക്യം, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. 63-ാം സങ്കീർത്തനം അത് തന്നെ പറയുന്നു: ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് നിന്നെ അന്വേഷിക്കും. ഇവിടെയെല്ലാം നമുക്ക് 62-ാം സങ്കീർത്തനത്തിൽ എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ഓരോ സങ്കീർത്തനം എടുക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവഭക്തനാണ്. തൻ്റെ ആശ്രയം, തൻ്റെ രക്ഷ, തൻ്റെ കോട്ട, തൻ്റെ സങ്കേതം. തൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവമാണ് തന്നോട് കൂടെയുള്ള, ദൈവമാണ് തന്നെ. ആ ദൈവത്തിന് നിങ്ങളുടെ വിഷയത്തിൻ്റെ മുമ്പാകെ പ്രവർത്തിക്കാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവനാകുന്നു. എൻ്റെ പാറ, എൻ്റെ രക്ഷ, എൻ്റെ ദൈവമാകുന്നു. ഇന്ന് പകൽ ഈ വിശ്വാസമുള്ളവർ, ഈ പ്രത്യാശയുള്ളവർ ജീവിതത്തിൽ പതറിപ്പോകുകയില്ല. ജീവിത പ്രതിസന്ധികളുടെ മുമ്പാകെ മുന്നോട്ട് പോകും. കാര്യം ദൈവത്തിലാണ് അവരുടെ പ്രത്യാശ, ദൈവത്തിന് അവരുടെ ആശ്രയം. ഇന്ന് പകൽ നമ്മുടെ പ്രത്യാശ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാകും. പ്രശ്നങ്ങൾ കടന്നു വന്നോട്ടെ, പ്രതിസന്ധികൾ വന്നുകൊണ്ട്, പക്ഷെ അതിന് മധ്യേ പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. 3-ാം വാക്യം ഒന്ന് വായിക്കാം. 3-ാം വാക്യം: നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. ഇവിടെ പ്രതിസന്ധികൾ ആഞ്ഞ് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് ദൈവഭക്തൻ പറയുകയാണ്, ചാഞ്ഞു പോകുന്ന മതിൽ പോലെ. ചാഞ്ഞു പോകുന്ന മതിലിൻ്റെ പ്രത്യേകത എന്താണ്? ഏത് സമയത്തും എപ്പോഴും അത് വീണു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് വീണു പോകുന്നത് അറിയാൻ കഴിയില്ല. അപ്പോൾ ദൈവഭക്തൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയാകുന്നു. ഏത് സമയത്തും നിങ്ങൾ വീണു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എനിക്ക് നിലനിൽപ്പുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. സർവശക്തനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് കടന്നു. അതുകൊണ്ട് പ്രതിസന്ധികൾ എത്രത്തോളം ഏറി വന്നാലും, പ്രശ്നങ്ങൾ എത്രത്തോളം അടിച്ചുയർന്നു വന്നാലും, തിരമാല കണക്ക് നമ്മെ തകർക്കുവാൻ വന്നാലും, ദൈവമക്കളെ വിശ്വസിക്കുക. നമ്മുടെ രക്ഷ നമ്മുടെ ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ രക്ഷ നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് മാത്രമാകുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. പ്രതിസന്ധികളുടെ മുമ്പാകെ നമ്മൾ പതറിപ്പോകരുത്. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന, തകർക്കുവാൻ ശ്രമിക്കുന്ന പ്രതിസന്ധികൾ ഒരു മനുഷ്യ വ്യക്തിയിലാണെങ്കിലും, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവർ ചാഞ്ഞു പോകുന്ന മതിൽ പോലെ ഏത് സമയത്തും വീണു പോകാവുന്ന അവസ്ഥ. അപ്പോൾ നീതിമാനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പദ്ധതികളും പ്രവൃത്തികളും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയാകുന്നു. അത് പ്രയോജനരഹിതമാകുന്നു. അതുകൊണ്ട് ദൈവഭക്തനായി ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തെ അറിഞ്ഞ്, ദൈവ സ്നേഹം അറിഞ്ഞ് ദൈവകൃപയിൽ മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അവസാനത്തെ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 12-ാം വാക്യം ഒന്ന് വായിക്കാം. കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. കർത്താവേ, ദയ നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്ന ദൈവം. നമ്മുടെ ദൈവം ആരാണ്? നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തിക്കും പ്രതിഫലം കൊടുക്കുന്ന സർവശക്തൻ. അതുകൊണ്ട് ദൈവത്തിൽ നേരോടെ നടക്കുവാൻ, ദൈവങ്ങൾ സമർപ്പിക്കുവാൻ, ദൈവം ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് തയ്യാറാകാം. സർവശക്തനായ ദൈവമേ വ്യത്യാസപ്പെടുത്തി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ദൈവത്തിൻ്റെ വചനം ചിന്തിച്ചത് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഒന്ന് വായിക്കാം. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുവെങ്കിലും പൂർണ്ണമായി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത് അതിൻ്റെ എവിടെയാണോ കഴിഞ്ഞ ആഴ്ച എന്ന് അതിന് തുടർമാനമായിരിക്കും ഈ ആഴ്ച ദൈവത്തെ സംസാരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ രഹസ്യ വരവിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നതായ
ദൈവ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഒരുക്കത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാൻ തക്ക ഇടയാത്തീർന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ അരകെട്ടിയും, രണ്ട്, നിങ്ങളുടെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം, അരകെട്ടി ഉറപ്പാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ തക്ക ഇടയാത്തീർന്നു. അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവശക്തി കൊണ്ട് അരകെട്ടി ഉറപ്പാക്കണം. വചനമെന്ന വാൾ കൊണ്ട് അരകെട്ടി ഉറപ്പാക്കണം. സത്യത്തിൽ ഉറപ്പോടെ നിൽക്കണം. അതിൽ അരകെട്ടി ഉറപ്പാക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിപ്പാൻ തക്ക തീർന്നു. വളരെ ജാഗ്രതയുള്ളവരായി ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് ദൈവവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാത്തീർന്നു. അതിന്റെ രണ്ടാമതായി പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽ നമുക്ക് ലഭിക്കുന്ന സമയത്തിന് അനുസരിച്ച് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. വായിച്ചാൽ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഏക പ്രത്യാശ അതാണ്, കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടണം. കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ, ആ ഡ്യൂട്ടി നമ്മൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മടി കാണിക്കുന്നവരായിട്ടല്ല, ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്തത്തിൽ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളോട് വളരെ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, ഉത്സാഹത്തോടെ നമ്മുടെ ഭാഗം എപ്പോഴും എന്ത് ചെയ്യണം? ക്ലിയർ ആക്കിക്കൊണ്ട്, ദൈവവചനപ്രകാരം നമ്മളെ ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കണം. തിടുക്കമായ ഒരു ഒരുക്കമാണ് നമുക്ക് ആവശ്യമായിരിക്കും. ഇനി അധികം സമയം നമുക്ക് ഒരുങ്ങാനില്ല. ലഭിക്കുന്ന സമയങ്ങൾ ദൈവവചനപ്രകാരം നമ്മളുടെ ഒരുക്കം ശരിയായോ എന്ന് അനുദിനം പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട കന്യകമാരോട് സദൃശ്യമാകുമെന്ന് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മണവാളൻ വരുവാൻ താമസിക്കുന്നു എന്നറിഞ്ഞിട്ട് അവർ മയക്കവും ഉറക്കവും പിടിച്ചു. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ ഈ നിലയിൽ മുന്നോട്ട് പോകുന്ന കൂട്ടരുണ്ട്. കർത്താവിന്റെ വരവ് ഇതുവരെ ആയിട്ടില്ല. 2000 പരവർഷമായി കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവഭക്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവിന്റെ വരവ് ആസന്നമായിട്ടില്ല, നടന്നിട്ടില്ല. അതുകൊണ്ട് ചിലർ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ വരവ് ഇപ്പോഴൊന്നും നടക്കുന്നില്ല ചിന്തിച്ച് നിരാശപ്പെട്ടും ഭാരപ്പെട്ടും പ്രത്യേകിച്ച് അവർ എന്ത് ചെയ്യുന്നു? ഉറക്കത്തിലും മയക്കത്തിലും പോകുന്ന സാഹചര്യം. ഇവിടെ വായിച്ചു, 10 കന്യകമാർ മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. എന്നാൽ മണവാളൻ വരുവാൻ താമസിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ മയങ്ങി ഉറക്കം പിടിച്ചു. കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ചിന്തയില്ലാതെ, ഉത്സാഹമില്ലാതെ, വചനപ്രകാരം അനുസരിക്കാതെ, ജീവിതത്തെ ശ്രദ്ധിക്കാതെ ആത്മീയ കൂട്ടത്തിൽ പലരും ഇന്നും മുന്നോട്ട് പോകുന്നു. വരവ് ഏറ്റവും ആസന്നമാകുന്ന ലോക സംഭവം വിളിച്ചറിയിക്കുമ്പോൾ, കർത്താവിന്റെ വരവിനെ വ്യക്തമായി വിളിച്ചറിയിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങാതെ, അതിനുവേണ്ടി പ്രയത്നിക്കാതെ, അതിനുവേണ്ടി അലർട്ടായിരിക്കാതെ, ശ്രദ്ധിക്കാതെ മുന്നോട്ട് ജീവിതം കഴിക്കുന്ന, ഉറക്കത്തിലും മയക്കത്തിലും ആത്മീയ ജീവിതത്തിലും മുന്നോട്ട് പോകുന്ന ജീവിതങ്ങൾ അനവധിയായി ഇന്ന് കാണാൻ കഴിയുന്നു. 10 പേരുടെയും ആഗ്രഹം നല്ലതായിരുന്നു. മണവാളം വരുമ്പോൾ അവർക്കും കൂടെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. 10 പേരുടെയും ആഗ്രഹം നല്ലതായിരുന്നു. 10 പേരും അതിനുവേണ്ടി ഒരുക്കത്തോട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് മുന്നോട്ട് അവർ കാത്തിരുന്നു. 10 പേരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. 10 പേരും ഉറങ്ങി, 10 പേരും ഉണർന്നു, 10 പേരും വിളക്കും തെളിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, 5 പേരുടെ വിളക്ക് കത്തിയ ഉടനെ കെട്ടുപോയി. മറ്റ് 5 പേരുടെ വിളക്ക് ശോഭിക്കാൻ തക്കമുണ്ടായി തീർന്നു. പ്രത്യാശ നല്ലതായിരുന്നു, ആഗ്രഹം നല്ലതായിരുന്നു, അവർ കാത്തിരുന്ന ഒരേ നല്ല പ്രവൃത്തിക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ 5 പേരുടെ ജീവിത സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. അവർക്ക് മണവാളൻ വന്ന സമയത്ത് അവിടെ ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ല. കാരണം
അവനോട് പോകുവാൻ ഒരുക്കം പൂർണ്ണമായിരുന്നില്ല. അപ്പൊ യേശുവിൻ വരിൽ എടുക്കപ്പെടുന്നുണ്ടെങ്കിൽ വിളക്ക് മാത്രം പോരാ, അത് കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഈ വിളക്ക് ഒരിക്കലും അണച്ചു വയ്ക്കുവാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വായിക്കുന്ന കർത്താവ് നമ്മെ അതിനനുവദിക്കുന്നില്ല. ഈ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വരവിൽ നമ്മളും ചേർക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി ആ വിളക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിളക്ക് എന്ന വിഷയത്തിൽ ഞാൻ 2 ഭാഗങ്ങളുണ്ട്. അഹരോണ് പറക വെളിച്ചം മുൻവശത്തോട്ട് കൊടുക്കത്തക്കവണ്ണം അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആ ഉദ്ദേശം അതാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, നാം കർത്താവിനായി ശോഭിക്കണം. എന്താ അതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്? നമ്മൾ ആലയത്തിനകത്ത് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി തീരണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവീൻ. ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ഇഷ്ടം എന്താണ്, ദൈവത്തിന് ആഗ്രഹം എന്താണ്? നിങ്ങൾ നിരന്തരം ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവരായി, ദൈവത്തിന് അടുത്തു വരുന്നവരായി മുന്നോട്ട് പോകണം. പ്രാർത്ഥനയുടെ ആത്മാവുള്ളവരായി നിരന്തരം കത്തുന്ന വിളക്കിന് സമമായി ഈ ഭൂമിയിലെ ജീവിതം മുന്നോട്ട് പോകണം. അങ്ങനെയുള്ളവർ ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ കഴിയും. പള്ളി വരുമ്പോൾ മാത്രമല്ല, ആലയം വിട്ടുപോകുമ്പോഴും പ്രാർത്ഥന ആത്മാവിനെ നിറയപ്പെടുവാണേ തീരും. വീട്ടിലേക്ക് പോകുമ്പോഴും അവർ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ജോലികൾ ചെയ്യുമ്പോഴും ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കടന്നു പോകുമ്പോഴും ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ജീവിത സാഹചര്യങ്ങൾ ഏത് സമയത്തും ഉള്ളിൽ പ്രാർത്ഥനയുടെ ആത്മാവിനെ നിറഞ്ഞുകൊണ്ടിരിക്കും. കത്തി ജ്വലിക്കുന്ന ഒരു വിളക്ക് പോലെ അവൻ ശോഭിച്ചുകൊണ്ടിരിക്കാൻ എന്തൊക്കെ പറയാത്തിനും ജീവിതത്തിൽ അനുദിനം എന്ത് ചെയ്യുന്നു? ദൈവത്തോട് അടുത്തു വരുന്ന ഒരു അവസ്ഥ, അത് അണഞ്ഞു പോകാത്ത ഒരു വിളക്ക് പോലെ, ഒരു ദൈവം പോലെ പരിശുദ്ധാത്മാവെന്ന എണ്ണ പകർന്ന് ആ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? തെളിഞ്ഞു പ്രകാശിക്കുന്ന വിളക്ക് പോലെ അനുദിനം മുന്നോട്ട് പോകുവാൻ എന്തൊക്കെ മടയത്തരും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ദൈവാത്മാവ് അനുദിനം പ്രാപിച്ചെടുത്തുകൊണ്ട് അനുദിനം കത്തുന്ന ഒരു വിളക്ക് പോലെ, ശോഭിക്കുന്ന ഒരു വിളക്ക് പോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ് ദൈവജനം. ആലയത്തിനകത്ത് ഒരു കത്തുന്ന വിളക്കിന് സമമായി നിരന്തരം കത്തിജ്വലിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. ദൈവമക്കളെ, ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. അത് രാത്രിയിലും കത്തിക്കൊണ്ടിരിക്കുന്നു. ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടാകണം. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും നീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് പോലെ മുന്നോട്ട് ജീവിക്കണം. ദൈവമക്കൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിരന്തരം പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളുണ്ടോ? അരുമനാഥനായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോകുമ്പോൾ രക്തം വാർന്ന് ദേഹമാസകലം മുറിവേറ്റവനായി മരക്രൂശ് തോളിലേറ്റി വേച്ചും വിറച്ചും അടിയേറ്റും ഇടറി വീണും തളർന്ന് ക്രൂശുമായി വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വേദന കണ്ടിട്ട് സഹിക്കുവാൻ കഴിയാതെ സ്ത്രീകൾ അവനെ നോക്കി വേദനയോടെ കരഞ്ഞു നിലവിളിച്ചു. ആ സ്ത്രീകളുടെ നിലവിളി കേട്ടിട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവനിപ്രകാരം പറഞ്ഞു, എസ്രേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. യേശുദമ്പരൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവായി മൊഴിഞ്ഞ് ഈ സന്ദേശം അറിയിക്കുവാൻ തക്ക മടയായി തീർന്നു. ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം അക്ഷരാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്.
നാം നമ്മെ ഓർത്ത് കരയണം. അതുപോലെ തന്നെ നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായി കരയുന്നവരായി തീരണം. നാം നമ്മുടെ ജീവരക്ഷയ്ക്കായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ഓടുന്നു, അധ്വാനിക്കുന്നു, പ്രയത്നിക്കുന്നു, ചെലവിടുന്നു, ഇതൊന്നും വ്യർത്ഥമായി പോകരുത്. എൻ്റെ ഓട്ടം, എൻ്റെ അധ്വാനം, എൻ്റെ പ്രവർത്തനം ഇത് വ്യർത്ഥമായി പോകരുത്. കർത്താവേ, എൻ്റെ പ്രത്യാശ നിത്യനാളാണ്. അതുകൊണ്ട് ആ പ്രത്യാശ പൂർത്തീകരിപ്പാൻ ആവശ്യമായ ദൈവകൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അനുദിനം എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി സ്വയമായി പ്രാർത്ഥിക്കണം. നമ്മുടെ നിലനിൽപ്പ് നിൽക്കുന്നത് തോന്നുവാൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തെ ദിവസം തോറും സൂക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ നമ്മൾ എപ്രകാരം നിൽക്കുന്നത് പരിശോധിച്ചുകൊണ്ട് നമ്മളെ ഒന്ന് നോക്കി അനുദിനം ദൈവത്തിന്റെ വിരുദ്ധനായി ദൈവിക ലക്ഷ്യത്തിലേക്ക് പോകുക അനുദിനം നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കണം. യേശുദാസൻ പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി പ്രാർത്ഥിപ്പിൻ. രണ്ടാമതായി പ്രാർത്ഥിക്കേണ്ടത് തലമുറകൾക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. ആധുനിക ലോകത്തിൽ തലമുറകൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വചനം വിട്ട്, ദൈവത്തിന്റെ വഴി വിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നു. പിന്മാറ്റക്കാരായി പുറകോട്ട് പോകുന്ന തലമുറകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവ ഭയമില്ലാതെ വഷളായി നടക്കുന്ന തലമുറ നമുക്ക് കാണാൻ കഴിയുന്നു. ആദ്യകാലത്ത് പിതാക്കന്മാർ കാണിച്ച നല്ല മാതൃക, ഭക്തിയുള്ള ജീവിതം അവർ വെറുത്തിട്ട് അവരുടേതായ വഴിയിൽ കൂടെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നു. യേശു പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും ചൊല്ലി നിങ്ങൾ കരവി. നിങ്ങൾ എനിക്ക് വേണ്ടി കരയേണ്ട, പക്ഷെ നിങ്ങൾ കരയേണ്ട വിഷയമുണ്ട്, പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ട്. നിങ്ങളെ നോക്കി നിങ്ങൾ കരയണോ? അത് മാത്രമല്ല, നിങ്ങളുടെ തലമുറകളെയും നോക്കി നിങ്ങൾ കരയണമല്ലോ. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ലോകത്തിന്റെ പ്രതാപങ്ങളിൽ വിരഞ്ഞോടുന്ന തലമുറകളെ കാണുമ്പോൾ അവർക്കായി പ്രാർത്ഥിക്കേണ്ട ചുമതല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഉത്തരവാദിത്തത്തിൽ അനുദിനം വിശ്വസ്തരായി തീരുക ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ ഓർത്തും നമ്മുടെ തലമുറകളെ ഓർത്തും അല്ലോ പ്രാർത്ഥിക്കുക നമ്മൾ തയ്യാറാകണം. ക്രിസ്തുവിന്റെ മണവാട്ടിയായി അതിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമ്പോൾ ഒരുക്കത്തോടും താല്പര്യത്തോടും നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ എങ്ങനെയായിരിക്കണം? ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കിന് സമമായി ഈ ഭൂമിയിൽ ജീവിക്കണം. എങ്ങനെയാണോ വെളിച്ചം പകരുന്ന വിളക്ക്, അതുപോലെ കർത്താവിന്റെ വരവിനായി ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി നമ്മുടെ ഉത്തരവാദിത്തത്തിൽ അറിഞ്ഞുകൊണ്ട് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ദൈവസ്ഥനായിത്തീരുന്ന തലമുറ ഓർത്ത് നമ്മൾ നിലവിളിക്കണം, കരയണം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാം. ശ്രദ്ധിക്കണമേ, രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാം. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വീഥിയുടെ തലക്കൽ എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ വായിച്ചു, വീതി ഒരു വഴി, അത് മുന്നോട്ട് ചെന്നിട്ട് അതിന്റെ തലക്കിലെത്തുമ്പോൾ അത് 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ പിരിയാറുണ്ട്. ഇവിടെ താഴെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 3 റോഡ് പിരിയാണ്. ഒന്ന് നേരെ പോകുന്നു, ഇടത്തോട്ട് പോകുന്നു, വലത്തോട്ട് പോകുന്നു. അവിടെ ചെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. എൻ്റെ വീട്ടിൽ പോകാൻ ഇടത്തോട്ടാണ് പോകേണ്ടത്, ഇടത്തോട്ടെങ്കിൽ ഇടത്തോട്ട്, വലത്തോട്ട് പോകണം. ഇടത്തോട്ട് പോകാൻ വലത്തോട്ട് പോയാൽ എവിടെ ചെല്ലും? വീട്ടിൽ ചെല്ലുമോ? വീതിയുടെ തലക്കൽ ഇവിടെ പറയുന്നു, വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതിന്റെ തലക്കിലെത്തുമ്പോൾ, ആ വഴിത്തലക്കിലെത്തുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ വണ്ണം കുഴഞ്ഞു കിടക്കുന്ന, തളർന്നു കിടക്കുന്ന, വിശപ്പ് കൊണ്ട് വീണ് കിടക്കുന്ന തലമുറകൾ. തിരുവചനം പറയുകയാണ്, രാത്രി യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, എന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥിയുടെ തലക്കലും വിശപ്പ് കൊണ്ട് തളർന്നെടുക്കുന്ന എന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. എങ്ങോട്ട് പോകണമെന്നറിയാതെ വണ്ണം, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ, വലത്തോട്ടോ ഇടത്തോട്ടോ എന്ന് തിരിയാൻ കഴിയാതെ വണ്ണം അവർ തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ, എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയിൽ വ്യക്തതയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു തലമുറ അന്നുമുണ്ട്, ഇന്നുമുണ്ട്.
ഈ തലമുറയുടെ മുമ്പാകെ ഞാനും നിങ്ങളും എന്താ ചെയ്യേണ്ടത്? ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവരിങ്ങനെ ലക്ഷ്യമില്ലാതെ പോകേണ്ടവരല്ല, ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കണം. കർത്താവിന്റെ വരവെങ്കിൽ അവരാരും നഷ്ടപ്പെട്ടു പോകരുത്. അതിനു വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ലക്ഷ്യബോധമുള്ളവരായി തീരണം. ഒരു ആത്മീയ തലമുറ നമുക്കുണ്ടാകണം, ആത്മീയ സന്ധി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അവർ ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി യാമാരംഭത്തിൽ അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. അതേ തെളിഞ്ഞ് പ്രകാശിക്കുന്ന വിരക്ക് പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, ലക്ഷ്യപ്രാപ്തിയിൽ എത്തേണ്ടതിന് വേണ്ടി അവർക്കായി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏതാണ് സത്യമാർഗമെന്ന് അറിയാതെ തെറ്റിപ്പോകുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മുടെ തലമുറ ഈ സത്യം അറിയാത്ത അനേകായിരങ്ങൾ വഴിതെറ്റി പോകുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കായി പ്രാർത്ഥിക്കേണ്ട ചുമതല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഈ ഓൺലൈനായി ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, നിങ്ങൾ ലക്ഷ്യം തെറ്റി മാറിപ്പോകുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുകയാണ്, യേശു എന്ന രക്ഷിതാവ് നിങ്ങളെ ലക്ഷ്യപ്രാപ്തിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ലക്ഷ്യമില്ലാതെ ഓടി അലഞ്ഞ് തളർന്നു കിടക്കുന്ന ഒരവസ്ഥയിൽ വഴിത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, യഥാർത്ഥ പാത കാണിച്ചു തരുക. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈ വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കെത്തുന്നില്ല. ഒരേ ഒരു വഴി യേശു മാത്രമാണ്. ഈ വഴിയിലേക്ക് യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളെ വഴികാട്ടിയായി നേർവഴിയിലേക്ക് നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളെയും നടത്തുവാൻ തക്ക ഇടയായി തരും. ഈ പകൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമ്മളെ തന്നെ സമർപ്പിക്കണം. അൽവിയ രക്ഷ കണ്ടെത്തുവാൻ അൽവിയ വഴി തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയായി പോകാതെ രക്ഷാമാർഗം, മുക്തിമാർഗം അത് യേശുവിൽ കൂടെ ഉണ്ടെന്നുള്ള സത്യം ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളെ വിളിച്ചറിയിക്കുകയാണ്. ഉത്തരം കണ്ടെത്താതെ കുഴഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ എൻ്റെ യേശുവിന് കഴിയും. നീ വീതിയുടെ തലക്കിൽ തളർന്നു കിടക്കുന്ന, വഴിയാതെ കിടക്കുന്ന വ്യക്തിയായി തീരാതെ വ്യക്തമായ ഒരു വഴികാട്ടിയായ യേശു നിന്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതിനായി ദൈവകരങ്ങളെ സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം. കർത്താവിൻ്റെ പേരിനായി നമ്മൾ ഒരുങ്ങുക മാത്രമല്ല, നമ്മുടെ തലമുറകളെയും ഒരുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേൽ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നു. അത് അണച്ചു വയ്ക്കുവാനല്ല, അത് കത്തിക്കാതിരിക്കുവാനല്ല, തെളിഞ്ഞ് പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കണം. പ്രിയരെ, വഴി തിരഞ്ഞെടുക്കുമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിലേക്കൊന്ന് തിരിഞ്ഞു വരുവാൻ നമ്മൾ തയ്യാറാകണം. നാം നിലവിളിക്കേണ്ട മറ്റൊരു വിഷയം ഇവിടെ കുറിച്ച് പറയുന്നു. യെരമ്യാ പ്രവചന പുസ്തകം 19 അധ്യായം 9 അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 9 അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ നിലവിളിക്കേണ്ടതായ, പ്രാർത്ഥിക്കേണ്ടതായ മറ്റൊരു വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവയുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടെ കരയാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നിഹതന്മാർക്ക് വേണ്ടി കരയുക. ഒരു കാലത്ത് തീക്ഷ്ണതയോടെ നിന്നവർ, ഒരു കാലത്ത് ആത്മശക്തിയോടെ നിന്നവർ, എന്നാൽ പിന്നത്തെ ജീവിത സാഹചര്യത്തിൽ അവർ പിന്മാറ്റക്കാരായി, നിഹതന്മാരായി, പിന്മാറ്റക്കാരായി, ദൈവകൃപ നഷ്ടപ്പെട്ടവരായി, ദൈവസ്നേഹം മറന്നവരായി, പഴയ പ്രവൃത്തിയിലേക്കും പഴയ രീതിയിലേക്കും എന്ത് ചെയ്യുന്നു? അവർ മടങ്ങിപ്പോകുവാൻ തക്ക ഇടയായി തീർന്നു. ഇന്നും സമൂഹത്തിൽ അങ്ങനെയുള്ളവരുണ്ട്, ആലയത്തിൽ അങ്ങനെയുള്ളവരുണ്ട്, ദേശത്ത് അങ്ങനെയുള്ളവരുണ്ട്. ദൈവസ്നേഹത്തിന് ആഴം മനസ്സിലാക്കിയവർ, തീഷ്ണതയോടെ നിന്നവർ, ആത്മാവിന്റെ ശക്തിയോടെ നിന്നവർ, പരിശുദ്ധ കൃപയോടെ നിന്നവർ. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തണുത്ത് വിറങ്ങലിച്ചു പോകുന്ന അവസ്ഥയിൽ ദൈവകൃപ നഷ്ടപ്പെട്ട് പാപത്തിന്റെ പ്രവൃത്തിയിൽപ്പെട്ട് വിളിച്ച വിളിയെക്കുറിച്ചും കരുതനെപ്പയെക്കുറിച്ചും ഓർക്കാതെ കൊണ്ട് മനഃപൂർവ്വം മറന്ന് പാപത്തിന്റെ വഴിയിലേക്ക് പോകുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടും കാണാൻ കഴിയുന്നു. നമ്മൾ നിലവിളിച്ച് കരയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പറയുക. അയ്യോ, എൻ്റെ ജനത്തിന്റെ പുത്രിമാർ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവയുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്മാറ്റക്കാർ, വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നു പോയവർ, ഇവരെ ഓർത്ത് ദൈവമക്കൾ നിലവിളിക്കണം, ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നോക്കൂ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കാര്യം മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതിയോ?
നമ്മുടെ കാര്യം മാത്രം നോക്കി സ്വാർത്ഥരായി മുന്നോട്ട് പോയാൽ മതിയോ? കർത്താവിന്റെ വരവനാ ഒരുങ്ങിയിരിക്കുന്നവർ നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഓർക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ പിന്മാറ്റക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിഹതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവകൃപ നഷ്ടപ്പെടുത്തിയവരോട് പ്രാർത്ഥിക്കണം, പിന്മാറിപ്പോയവരോട് പ്രാർത്ഥിക്കണം, പാപത്തിൽ വീണവരോട് പ്രാർത്ഥിക്കണം. ആ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തിയായി, മനസ്സിലാക്കുന്ന വ്യക്തിയായി, ദൈവകൃപയോടെ, ആത്മാവിന്റെ ശക്തിയോടെ, ആത്മകൃപയോടെ മുന്നോട്ട് പോകേണ്ട വ്യക്തിയിലാണ് ഉത്തരവാദിത്തം നമ്മുടെ മേലുണ്ട്. ഈ ഉത്തരവാദിത്തത്തെ മറന്ന് ഈ ഭൂമിയിൽ ജീവിക്കരുത്. കർത്താവിന്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവിക ഉദ്ദേശത്തെ മറന്നു പോകാതെ അത് ഓർപ്പിച്ചുണർത്തി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവരായി ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തയ്യാറാകണം. യേശു പറഞ്ഞു, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ, ഞാനോ നിങ്ങൾ പറയുന്നു, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. യേശു പറയുകയാണ്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അവർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, അവിടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കതാണ് പ്രമാണം. പ്രൈസലോ. അപ്പോൾ വളരെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ്. ഒരുക്കമേതുവരെയായി ഇവിടെ പറയുന്നു, കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ നിന്ദിക്കപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥ കണ്ടേക്കാം. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? ഇതിന്റെ മധ്യയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം, പ്രാർത്ഥിക്കണം, കരയണം, ദൈവത്തിന് അടുത്ത് വരണം. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാക്കുക. ലൂക്കോസ് 22-ാം അധ്യായം 46-ാം വാക്യം പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അല്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. വിശ്വാസ ജീവിതം ഒരു കളിക്കളമല്ല, അതൊരു പോർക്കളമാണ്. പ്രയാസമുണ്ട്, കഷ്ടതകളുണ്ട്, പരിഹാസമുണ്ട്. ഈ പരീക്ഷയിൽ തോറ്റുപോകാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. അവിടെ ശിഷ്യന്മാർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിപ്പോയി. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അരുമനാഥനെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നു. പ്രാർത്ഥിക്കാത്ത മുഖാന്തരം എന്താ സംഭവിച്ചത്? പരീക്ഷയിൽ വീണ് തകർന്നു പോകുവാൻ ഇതൊക്കെ ഇടയാത്തരുന്നു. ദൈവമക്കളെ, നമ്മൾ ആരും പരീക്ഷയിൽ വീണ് തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നത് പരീക്ഷയിൽ വിജയം നേടുന്നവരായി ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. നമ്മെ തട്ടി ഉണർത്തി നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. യേശു പറയുക, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. നമ്മൾ ഒന്ന്, വിളക്ക് ആലയത്തിൽ കത്തിക്കൊണ്ടിരിക്കണം. വിളക്കിന്റെ രണ്ടാമത്തെ അവസ്ഥ നമുക്കറിയാം, തണ്ടിന്മേൽ പ്രകാശിക്കുന്ന ഒരു വിളക്കായിത്തീരുന്നു. ആ വിളക്കിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, ആലയത്തിനകത്ത് പ്രകാശിക്കുന്ന വിളക്ക്. രണ്ട്, തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ആലയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ അതേസമയം ലോകത്തിലും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിന് സമമായി ദൈവമക്കൾ ജീവിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നു, അവിടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, അവിടെയിൽ നിങ്ങൾ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം. ദൈവത്തിന് വേണ്ടി പ്രകാശിക്കണം. ആലയത്തിന് അകത്തും പ്രകാശിക്കണം, ആലയത്തിന് പുറത്തും പ്രകാശിക്കണം. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ, ഈ ഉദ്ദേശം, ഈ പ്ലാൻ ദൈവത്തിന് നമ്മെ കുറിച്ചുണ്ട്. നമ്മൾ ആലയത്തിനകത്ത് മാത്രമല്ല, ആലയത്തിന് പുറത്തിനും ദൈവത്തിന് വേണ്ടി വെളിച്ചം കൊടുക്കേണ്ടവരാണ്. ആ ഒരുക്കം മറ്റൊരു കാണത്തക്കവണ്ണം പ്രകാശം വരുന്ന ഒരു വിളക്ക് പോലെ നമ്മുടെ ജീവിതമായി തീരണം. തിരുവചനം പറയുന്നു, അവിടെ ഇടയിൽ നിങ്ങൾ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ജ്യോതിസ്സുകളെ പോലെ, സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങൾ പോലെ പ്രകാശം കൊടുക്കുന്ന വ്യക്തികളായി ഈ
ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കണം. ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വരവിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതം ഇങ്ങനെയായി തീരണമെന്ന് ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്. അമേരിക്കയിൽ ഫിലദൽഫിയ എന്നൊരു പട്ടണമുണ്ട്. ആ പട്ടണം പണ്ട് അറിയപ്പെടുന്നത് ഇരുട്ടിന്റെ പട്ടണമെന്നാണ്, സിറ്റി ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. ഇരുട്ടിന്റെ മറവിൽ ഒത്തിരി അഴിമതികൾ നടക്കുന്നു, അക്രമങ്ങൾ നടക്കുന്നു, കൊലപാതകം നടക്കുന്നു. ആ ഫിലദൽഫിയ എന്ന പട്ടണം അധപതനത്തിന്റെയും അധർമ്മത്തിന്റെയും ഒരു പട്ടണമായി തീരുവാൻ, കൊലപാതകങ്ങൾ നിറഞ്ഞൊരു പട്ടണമായി തീർന്നു, പാപത്തിന്റെ മ്ലേച്ഛം നിറഞ്ഞ പട്ടണമായി തീർന്നു. ഇത് കണ്ടിട്ട് വേദനയായി തീർന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരു ദൈവഭക്തൻ താൻ പ്രാർത്ഥിച്ചു, എന്താണ് ഇതിനു വേണ്ടി പരിഹാരം ചെയ്യുവാൻ കഴിയുന്നത്? സന്ധ്യയായപ്പോൾ താൻ തീരുമാനമെടുത്തു, തൻ്റെ വീടിനോട് ചേർന്ന് ആ വഴിയോരത്തിൽ ഒരു റാന്തൽ വിളക്ക് പ്രകാശിപ്പാൻ കൊണ്ട് താൻ ആഗ്രഹിച്ചു. ഒരു റാന്തൽ വിളക്ക് താൻ നന്നായി വൃത്തിയാക്കി അതിൽ എണ്ണ ഒഴിച്ച് അതിൽ തിരി കൊളുത്തി ആ പട്ടണത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തെരുവോരത്തിലെ വിളക്ക് നാട്ടുവാൻ തക്ക ഇടയായിരുന്നു. അതിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആ വെളിച്ചം ഒരാശ്വാസമായി തീർന്നു. ഇത് കണ്ടിട്ട് അടുത്ത താമസിച്ച പണക്കാരനായ ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു വിളക്ക് കത്തിച്ചുവെങ്കിൽ എനിക്ക് 10 വിളക്ക് കത്തിച്ചുവിടാ. താൻ എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസം 10 റാന്തൽ വിളക്ക് എടുത്തുകൊണ്ട് ആ തെരുവിന്റെ 10 സ്ഥലങ്ങളിലായി ആ വിളക്ക് കത്തിച്ചു പന്തൊക്കെ ഇടയായിരുന്നു. എന്തിനേറെ പറയുന്നു, ചുരുക്കം പറഞ്ഞ അവിടെ താമസിക്കാനുള്ള മത്സരബുദ്ധികളോടെ അവരാൾ കഴിയുന്ന രീതിയിൽ ആ പട്ടണത്തിൽ വിളക്കുകൾ കത്തിച്ചു വയ്ക്കുവാൻ എന്തൊക്കെ ഇടയാത്തീർന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പട്ടണം അൽവിയ പ്രകാശം കൊണ്ട് ദീപാലങ്കാരം പോലെ പ്രകാശമായി തീരുവാൻ എന്തൊക്കെ ഇടയാത്തീർന്നു. ആ പട്ടണത്തിന്റെ പേര് മാറി അതിപ്പോ സിറ്റി ഓഫ് ലൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുവാൻ എന്തൊക്കെ ഇടയാത്തി. എന്താ കാരണം? ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉദിച്ചത് ആശയം അത് മറ്റുള്ളവർ ഏറ്റെടുത്ത അതിന് പ്രകാരം ചെയ്തപ്പോൾ ലോകത്തിന്റെ വെളിച്ചമാ ജ്യോതിസുകളെ പോലെ ആയിത്തീരുവാൻ തക്ക ഇടയാത്ത ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതേ അവസ്ഥയാണ്. നാം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, പുറത്തും ദൈവത്തിന് വെളിച്ചം കൊടുക്കുന്ന പ്രകാശമായി തീരുക ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ഈ ഒരുക്കമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ ഒരുക്കം പൂർത്തീകരിക്കുമ്പോഴാണ്, അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രത്യാശ ഉളവാകുന്നത്. നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നു, വ്യത്യാസമായി തീരുവാൻ തക്ക ഇടയായി തീരും. അപ്പോൾ ആലയത്തിലെ വിളക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുമ്പോൾ തന്നെ തണ്ടിന്മേൽ കത്തിച്ച വിളക്ക് അത് കേവലം പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, നമ്മുടെ പ്രവൃത്തി കൂടി വെളിപ്പെടുത്തുന്നതാണ് എന്ന സത്യം ഇന്ന് കാലം ഓർക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ശതശതം. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൂടി തെളിയിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആലയത്തിനകത്ത് കത്തുന്നതോടൊപ്പം തന്നെ പുറത്തും ദൈവത്തിന് വെളിച്ചം കൊടുക്കുന്ന പ്രകാശമായി തീരുക ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. തമ്പുരാൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, he knows everything. അവനെല്ലാം അറിയാം. ഹല്ലേലൂയ. അതിനൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമില്ല. നമ്മൾ ആരാണെന്നും നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്താണെന്നും വ്യക്തമായി അറിയുന്ന സർവശക്തനായ ദൈവം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യേശു പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വം ആർക്കായിരിക്കണം? മഹത്വം എനിക്കല്ല, മഹത്വം നിങ്ങൾക്കല്ല, മഹത്വം ദൈവത്തിന്. നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും മഹത്വം നമുക്ക് കിട്ടണം ചിന്തയോടെ പ്രവർത്തിക്കുന്നെങ്കിൽ അതിന്റെ ഫലം അപ്പോഴേ കിട്ടിപ്പോയി. പക്ഷേ നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തിയിൽ മഹത്വം ആർക്കായിരിക്കണം? മഹത്വം ദൈവത്തിനായിരിക്കണം. യേശു പറയുകയാണ്, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വെക്കേണ്ടത്, അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. പറയുടെ കീഴിൽ വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേലാണ് വെക്കുന്നത്. പറ നമുക്കറിയാം, പണ്ട് കാലത്ത് കൃഷി ചെയ്യുന്നിടത്ത് ഇന്ന് നെൽകൃഷിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, കാണാൻ കഴിയുന്നില്ല. അന്നൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നെല്ലൊക്കെ കൊണ്ടുവന്നതിന് ശേഷമായിട്ട് പറ കണക്കിന് എന്ത് ചെയ്യുന്നു, അളന്നു കൊടുക്കാറുണ്ട്. അളന്നു കൊടുക്കുന്ന തോതിനെ കാണിക്കുന്നതാണ് ഈ പറ.
വ്യവഹാരത്തെ കാണിക്കുന്നതാണ് ഈ പറ. ഇവിടെ ദൈവത്തിന് വചനം പറയുകയാണ്, വിളക്ക് കത്തിച്ച് പറയും കീഴല്ല, നിങ്ങളുടെ ജീവിത വ്യവഹാരത്തിന് കീഴല്ല. അല്ലെ? ചിലർ ചെയ്യുന്നു ഈ ജീവിത വ്യവഹാരത്തിന് വേണ്ടി മാത്രം, ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ജോലിക്ക് വേണ്ടി മാത്രം, പണത്തിന് വേണ്ടി മാത്രം, ജീവിത വ്യവഹാരത്തിന് മാത്രം മുന്നോട്ട് പോകുന്നു. അത് പറയിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറയിൽ വെച്ചിരിക്കുന്നത് വിളക്കിന് തുല്യമായിരിക്കുന്നു. പറയും കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. ഈ വിളക്ക് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? ജീവിത സാഹചര്യം മുഖാന്തരം, അധ്വാനം മുഖാന്തരം, പ്രവൃത്തികൾ മുഖാന്തരം പലപ്പോഴും പ്രകാശിക്കാതെ വേണം ഈ ജീവിത ഭാരത്തിൽ മാത്രം, വ്യവഹാരത്തിൽ മാത്രം മുന്നോട്ടൊന്നു. പ്രാർത്ഥനാ ജീവിതമില്ലാതെ, ആത്മീയ ജീവിതമില്ലാതെ, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്ത ജീവിതം പോലെ മുന്നോട്ടൊന്നു പറയും കീഴെ വെച്ച് വിളക്കിനെ സമായിരിക്കുന്നു. യേശു പറയുന്നു, നിങ്ങൾ അങ്ങനെയല്ല ആകേണ്ടത്. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല, പിന്നെന്താണ്? തണ്ടിന്മേലാണ് വെക്കുന്നത്. തണ്ടിന്മേൽ വെക്കുന്ന വിളക്കിന്റെ പ്രത്യേകത എന്താണ്? അത് ചുറ്റുമുള്ളവർക്ക് പ്രകാശിപ്പാൻ തക്ക ഇടയായി തീരും. അത് വീട്ടിനകത്ത് മാത്രമല്ല, വീണ്ടും പുറത്തിറങ്ങിയാലും പ്രകാശിക്കും. ഇരുട്ട് മാറും, അന്ധകാരം മാറും. ദൈവം ആ വെളിച്ചം പോലെ പ്രകാശിപ്പാൻ തക്ക. അതേപോലെ ദൈവജനം വീട്ടിനകത്തും വീട്ടിന്റെ പുറത്തും എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ജീവിത സാഹചര്യമുണ്ട്, ജോലിയുണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വ്യവഹാരങ്ങളുണ്ട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽപ്പെട്ടു പോകരുത്. നിന്റെ വിളക്ക് അണഞ്ഞു പോകാതെ നീ സൂക്ഷിക്കണം. വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ജീവിത വ്യവഹാരത്തിൽ പ്രാർത്ഥനാ ജീവിതമില്ലാതെ മുന്നോട്ട് പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. തിരുവചനം പറയുന്നു, ഇത് ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താ സംഭവിക്കുന്നത്? കുടുംബത്തിനകത്ത് പ്രാർത്ഥനയില്ല. കുടുംബ പ്രാർത്ഥനകൾ ഇന്ന് അന്യപ്പെട്ടു പോയി. ആത്മീയ ആരാധനയില്ല. മക്കൾ ഒരുമിച്ച് കടന്നു വരുന്നില്ല. മാതാപിതാക്കൾ ഒരുമിച്ച് കടന്നു വരുന്നില്ല. ഐക്യതയില്ലാതെ വേണം. വ്യവഹാരത്തിൽ, ജീവിത വ്യവഹാരത്തിൽ മാത്രം മുന്നോട്ട് പോകുന്നു. കുടുംബത്തിനകത്ത് ഐക്യതയില്ലാതെ വേണം, കൂട്ടായ്മയില്ലാതെ വേണം, ഒരുമിച്ചുള്ള കൂട്ടായ്മയില്ലാതെ വേണം മുന്നോട്ട് പോകുന്ന സാഹചര്യം. ആലയത്തിലും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്ന സാഹചര്യം. തിരുവചനം പറയുന്നു, ഇത് തണ്ടിന്മേൽ കത്തിച്ച വിളക്ക് പോലെ ആയിരിക്കണം ജീവിത വ്യവഹാരം. നിന്നെ വിളക്കിനെ അണച്ചു കളയരുത്, നിന്നെ ഒതുക്കി നിർത്തരുത്. ആ വ്യവഹാരത്തിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണ്. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായി തീരണം. ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. കർത്താവിൻ്റെ വരവിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരുക്കമാണ്. ഈ ഒരുക്കം എന്തുമാത്രം പൂർത്തീകരിച്ചു? ഇപ്പൊ പോകാൻ വേണ്ടി നിൽക്കുന്നവരാ. ഇപ്പൊ കർത്താവ് വന്നാ നിനക്ക് പോകാൻ കഴിയുമോ? എനിക്ക് പോകാൻ കഴിയുമോ? എൻ്റെ ഒരുക്കം എന്തുമാത്രമായി? ഇന്ന് പകൽ സ്വയം പരിശോധനയ്ക്ക് വിട്ടുകൊടുക്കാം. അലസതയുടെ ആത്മാവ് കുടിയേറി മയക്കത്തിലും ഉറക്കത്തിലേക്ക് മാണ്ടുപോകുന്ന ഒരു സാഹചര്യം കടന്നു വരരുത്. 10 കന്യമാർ അവർ കാത്തിരുന്ന ഏക പ്രത്യാശ, മണവാളം വരും, ആർപ്പുവിളി കേൾക്കും, അവരോട് ചേർക്കപ്പെടും. പക്ഷേ അവർ ചെയ്യേണ്ടത് ചെയ്തില്ല. അതുകൊണ്ട് അവർക്ക് മണവാളൻ ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഒരുക്കം എന്ത് മാത്രമായി? എല്ലാ ദിവസവും കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, എല്ലായ്പ്പോഴും കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരാധനകൾ ഉപേക്ഷയായി കരുതുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനകൾ നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ടോ? പ്രാർത്ഥനാ ജീവിതത്തിൽ അലസത കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകണം. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യം ഓടിച്ചു വായിച്ചാലും സമയം നമ്മെ അനുവദിക്കാത്തതുകൊണ്ട് ഒന്ന് വായിച്ചു. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വെക്കാതെ. ശ്രദ്ധിക്കണമേ, വിളക്ക് കത്തിച്ചിട്ട് അത് നിലവറയിലോ പറയിൻ കീഴിലോ. ദൈവത്തിന്റെ ഭാഗത്ത് കർത്താവ് ഇതൊക്കെ തരും. പക്ഷേ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ചിലക്ക് ജോലി ഇല്ലാതെ ജോലി കിട്ടിയാൽ പിന്നെ ജോലിയെ ശരണമായിരിക്കും. പിന്നെ പള്ളിയിലും കാണാനില്ല, പ്രാർത്ഥനയും ഇല്ല, ആരാധനയ്ക്കും ഇല്ല. അങ്ങനെ മുന്നോട്ട് വന്നു. ഒരു വർഷം പണം വർദ്ധിക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ മറന്നു പോകുന്നു, നടത്തിയ ദൈവത്തെ മറന്നു പോകുന്നു, ഉത്തരവാദിത്വം മറന്നു പോകുന്നു. ഇന്ന് പകൽ പരിശുദ്ധം തട്ടി ഉണർത്തിയാണ് കേട്ടോ ശ്രോത. എവിടെയൊക്കെ ഉറങ്ങിപ്പോയി, എവിടെയൊക്കെ അലസത കാണിച്ചു, ഇന്ന് പകൽ മടങ്ങി വരണം. എവിടെയാ ജീവിതത്തിൽ അലസത വന്നത്? എവിടെയാ പുറകോട്ട് പോയതോ? എവിടെയാ ഉറങ്ങിപ്പോയതോ? എവിടെയാ മയങ്ങിപ്പോയതോ? നിന്നെ തട്ടി ഉണർത്തുകയാണ്. കർത്താവിന്റെ വരവിനായി ഒരുക്കമെന്ന് മാത്രമായി ജീവിത സൗകര്യങ്ങൾ മുഴുകി മുന്നോട്ട് വന്ന അവസ്ഥയിലായി തീരാതെ ഇന്ന് പരിശുദ്ധാത്മ തട്ടി ഉണർത്തുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടതിനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക നമ്മൾ തയ്യാറാകണം. ഈ ലോകത്തിന്റെ ആദായ മാർഗത്തിൽ അകപ്പെട്ട് നിന്റെ വിളക്ക് കെട്ടുപോകരുത്. അധ്വാനം നല്ലതാണ്,
ജോലി നല്ലതാണ്, പണം ആവശ്യമാണ്. പക്ഷെ അതിൽ മാത്രം ആശ്രയിച്ച്, അതിൽ മാത്രം ഹൃദയം മുഴുകി മുന്നോട്ട് പോകരുത്. അത് മാത്രം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. അതിലുപരിയായി ഒന്നുണ്ട്, ഉയരത്തിൽ സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളണം. അതാണ് നിലനിൽക്കുന്ന നിക്ഷേപം. ഇവിടുത്തെ നിക്ഷേപം കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുമ്പോൾ, അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, സ്വർഗത്തിൽ നിക്ഷേപം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിനെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായി, ഉണർന്ന് ജാഗരിക്കുന്ന വ്യക്തിയായി ദൈവകരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക നമ്മൾ തയ്യാറാണ്. പ്രിയരെ, ഈ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ. അതിന് ഒറ്റ വഴിയുള്ളൂ, നിക്ഷേപം സ്വർഗത്തിലാകണം. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടോ അവിടെ ഹൃദയം അവിടെ ആയിരിക്കണം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നമുക്കുണ്ട്. സ്വർഗത്തിൽ സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ആ ആത്മീയ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ഉത്തരവാദിത്തത്തിൽ ഉറങ്ങിപ്പോകാതെ മയങ്ങിപ്പോകാതെ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാമോ? ദൈവത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. 1-ാം നൂറ്റാണ്ടിൽ വിശുദ്ധന്മാർ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുള്ള ബോധ്യം, ഒരു തിരിച്ചറിവ് അവിടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുമെങ്കിൽ ഇന്ന് പകൽ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ അരകെട്ടിയും നിന്റെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിന്റെ വിളക്ക് തണ്ടിന്മേൽ പ്രകാശിക്കണം. ലോകത്തിന് മുമ്പിൽ നിന്റെ നല്ല പ്രവൃത്തിയെ കാണിക്കണം. നിന്റെ ജീവിത വ്യവഹാരത്തിൽ നിന്റെ വിളക്ക് കെട്ടുപോകരുത്. നിന്റെ സമ്പത്തുള്ള ആശ്രയത്താൽ നിന്റെ വിളക്ക് കെട്ടുപോകരുത്. മറിച്ച് ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കട്ടെ. എപ്പോഴും നിരന്തരമായി പ്രാർത്ഥനാ ജീവിതത്തിൽ നിരന്തരമായി മുന്നോട്ട് പോകാൻ, ഉയരത്തിലേക്ക് ദൃഷ്ടിയുയർത്തി ജീവിക്കുന്നവരായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങയുടെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിപ്പാൻ, അങ്ങയുടെ വചനം കേട്ടതനുസരിച്ച് അരകെട്ടി ഉറപ്പാക്കി വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന ദൈവത്തിൻ്റെ വചനം അങ്ങ് തന്നെ പറഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ ഞങ്ങൾ വിശ്വസ്തരായി, ഞങ്ങൾ ശ്രദ്ധയുള്ളവരായി, ഞങ്ങളുടെ ഒരുക്കമുള്ളവരായി ഒരുക്കിയതിനാ തീരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ വചനഘോഷത്തിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് മുമ്പിൽ നല്ല പ്രവൃത്തിയെ കാണിച്ച് ജീവിത വ്യവഹാരത്തിൽ വീണു പോകാതെ, താണു പോകാതെ അന്ത്യം വരെയും ദൈവകൃപയെ നിലനിൽക്കുവാൻ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് പോലെ പ്രകാശം മറ്റുള്ളവർക്കും പരത്തുന്ന അവസ്ഥ ജീവിതമായി തീരുവാൻ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സർവശക്തനാ ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേൽ പകരണമേ. തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിച്ച് നിത്യപ്രത്യാശയാൽ അനുനിമിഷം ഞങ്ങളെ നടത്തണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സമയത്ത് ഒരു പാട്ട് പാടും. പാട്ട് പാടുന്ന സമയത്ത് ദൈവനാമത്തിനായി എടുക്കുന്ന സ്തോത്ര കാഴ്ച ഈ സമയത്ത് ഇവിടെ സ്വീകരിക്കുന്നതാണ്. അതിനുശേഷം ചില അറിയിപ്പുകളും പ്രാർത്ഥനാ വിഷയങ്ങളുമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കുന്നതാണ്. வாசலாலே பிரவேசிக்க வந்து நிற்கிறோம். வீட்டின் நன்மையாலே இரும்பிட வந்து நிற்கிறோம். அலங்கார வாசலாலே பிரவேசிக்க வந்து நிற்கிறோம். வீட்டின் நன்மையாலே இரும்பிட வந்து நிற்கிறோம். ஆராதிக்க வந்தோம், அன்பு கூற வந்தோம், யெகோவா தேவனையே துதித்திட வந்தோம், தொழுதிட வந்தோம், தூயவரே சுவையே.
ஆராதிக்க வந்தோம், அன்பு கூற வந்தோம் யெகோவா தேவனையே. துதித்திட வந்தோம், தொழுதிட வந்தோம் தூயவ இயேசுவையே. ஆலயம் செல்லுவதே ஜீவ பலியாக மாறிடவே,